തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ അസം സ്വദേശിയായ 13-കാരി തസ്മീത് തംസമിനെ കുറിച്ച് ഒരു തുമ്പും കിട്ടാതെ പോലീസ്. കുട്ടി എത്തിയെന്ന് കരുതുന്ന കന്യാകുമാരി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വിവരമൊന്നും കിട്ടിയില്ല. റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും സൂചനയൊന്നും കിട്ടാതായതോടെ തെരച്ചിൽ വഴിമുട്ടി. നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസിന്റെ പരിശോധന തുടരുകയാണ്. കുട്ടി തിരുവനന്തപുരത്തേക്ക് മടങ്ങാനുള്ള സാധ്യത പരിഗണിച്ച് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനുകളിലും ബസ്സുകളിലും പോലീസ് പരിശോധന തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താ സംഘം ഈ തെരച്ചിലിന്റെ ഭാഗമായി കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നിലയുറപ്പിച്ചിരിക്കുന്നു. കന്യാകുമാരിയിൽ നിന്ന് TV പ്രസാദും റോഷിപാലും ഉമേഷ് ബാലകൃഷ്ണനും നയിക്കുന്ന വാർത്താ സംഘം, നാഗർകോവിലിൽ നിന്ന് ദിലീപ് ദേവസി നയിക്കുന്ന വാർത്താ സംഘം, കഴക്കൂട്ടത്ത് കുട്ടിയുടെ വീട്ടിൽ നിന്ന് സുനിഷ അയ്യല്ലൂരും വാർത്താ സംഘവും, തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് ശ്രീജിത്തും വാർത്താ സംഘവും. വിപുലമായി ഈ വാർത്തയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. നമുക്കാദ്യം കന്യാകുമാരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. കന്യാകുമാരി കേന്ദ്രീകരിച്ചായിരുന്നു പരിശോധനകളെല്ലാം ഇന്ന് രാവിലെ എല്ലാം നടന്നത്. TV പ്രസാദ്, റോഷിപാൽ, ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവരാണ് നമുക്കൊപ്പമുള്ളത്. ഞാൻ ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് പോവുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ, ഗുഡ് ഈവനിങ്. ഉമേഷ്, ഈ പെൺകുട്ടി പോയ അതേ ട്രെയിനിൽ അതേ റൂട്ടിൽ സഞ്ചരിച്ച് കന്യാകുമാരിയിൽ എത്തിയിരിക്കുകയാണല്ലോ. ഈ യാത്രാ വഴിയിൽ ഉമേഷിന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്? കന്യാകുമാരിയിൽ ഈ കുട്ടി വന്നിറങ്ങാനുള്ള സാധ്യത മങ്ങുന്നു എന്ന വിവരങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ. തീർച്ചയായും ഞാൻ അരമണിക്കൂർ മുൻപാണ് എൻ്റെ പിന്നിൽ കാണുന്ന ട്രെയിനിൽ ഇവിടെ കന്യാകുമാരിയിൽ വന്നിറങ്ങുന്നത്. ഇവിടെ എത്തുമ്പോൾ, അതായത് തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കന്യാകുമാരി എക്സ്പ്രസ്സിലേക്ക്, അതായത് ഐലൻഡ് എക്സ്പ്രസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനമായ 2 സ്റ്റോപ്പുകളാണ്. അത് നെയ്യാറ്റിൻകരയും പാറശാലയുമാണ്. ഈ 2 സ്റ്റോപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ ആളില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം. അതായത് ഞാനും ക്യാമറ പേഴ്സൺ വിഷ്ണുപ്രസാദും ഉണ്ടായിരുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദും ഞാനും കൂടി സഞ്ചരിക്കുമ്പോൾ ആശങ്കപ്പെട്ട കാര്യവും അതാണ്. അതായത് പാറശാല കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കിടക്കുകയാണ്. തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, തമിഴ്നാട് കുഴിത്തുറയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും യാത്രക്കാർ ഈ ട്രെയിനിലില്ല. 1-2 ആളുകൾ ഏതെങ്കിലും ഒരു ബോഗിയിലോ മറ്റോ ഉണ്ടാകും. ആകെ നമ്മൾ 3 ജനറൽ കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു എഞ്ചിനോട് ചേർന്നുണ്ടായിരുന്നത്. ഈ 3 ജനറൽ കമ്പാർട്ട്മെൻറ്റിലും നമ്മൾ കുഴിത്തുറയ്ക്ക് ശേഷം എർണിയിലും നാഗർകോവിലും എത്തിയപ്പോൾ നമ്മൾ കയറി ഇറങ്ങി. പക്ഷേ വളരെ തുച്ഛമായ ആളുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. 1-2 പേർ ഏതെങ്കിലും സീറ്റിലിരിക്കാം, ഏതെങ്കിലും ഒരു ബോഗിയിൽ. അതുകൊണ്ട് തന്നെ അപ്പോൾ, അതായത് നമ്മൾ ദൃക്സാക്ഷികളെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. 2 പെൺകുട്ടികളും ഇവരെ സംശയം, അതായത് പെൺകുട്ടിയെ കണ്ടപ്പോഴേ സംശയം തോന്നുകയും പോലീസിനെ അറിയിക്കണമെന്ന് വരെ ചിന്തിച്ച ആളുകളാണ്. കാരണം അത്രത്തോളം പേടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. എന്നാൽ അതിനുശേഷം അത്രത്തോളം ആശങ്കയോടുകൂടി ഇരുന്ന സ്ഥാനത്ത് നിന്ന് അതിനുശേഷം പാറശാലയിൽ ബാക്കിയുള്ളവർ, ഏറ്റവും കൂടുതൽ മലയാളികളും പാറശാലയിൽ വരെയായിരുന്നു. കൂടുതലും ട്രെയിനിൽ നിറഞ്ഞിരുന്നതും പാറശാല വരെ മാത്രമാണ്. അതിനുശേഷം ഇവർ ഇറങ്ങിക്കഴിയുമ്പോൾ എങ്ങനെയായിരിക്കാം അതിനുശേഷം യാത്ര ചെയ്തത് എന്നുള്ളതാണ് ഒരാശങ്ക. എന്തായാലും അതിനുശേഷമുള്ള കുഴിത്തുരയാണെങ്കിലും എരണിയിലാണെങ്കിലും വലിയ റെയിൽവേ സ്റ്റേഷനുകളല്ല, ചെറിയ റെയിൽവേ സ്റ്റേഷനുകളാണ്. കുറച്ചെങ്കിലും കൂടുതൽ സമയം ഹാൾട്ട് ചെയ്യുന്നത് അത് നാഗർകോവിൽ ജംഗ്ഷനിലാണ്. നാഗർകോവിൽ ജംഗ്ഷൻ കുറച്ചുകൂടി വലിയ റെയിൽവേ സ്റ്റേഷനാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ ഏകദേശം ഒരു 10 മിനിറ്റോളം കഴിഞ്ഞ ദിവസത്തെ ഒരു യാത്രാ സമയം നോക്കിയാൽ കൃത്യമായി പറഞ്ഞാൽ 9 മിനിറ്റ്, അതായത് 3 മണിയോടുകൂടി നാഗർകോവിൽ ജംഗ്ഷനിൽ എത്തുന്നു. 3:11 മാത്രമാണ് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് എടുക്കുന്നത്. ഈ ഏകദേശം 10 മിനിറ്റോളം നാഗർകോവിൽ ജംഗ്ഷനിൽ ഈ ഐലൻഡ് എക്സ്പ്രസ് നിർത്തിയിട്ടിരുന്നു. ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് ഒരുപക്ഷെ ഈ കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല എന്ന് ഏകദേശ സാധ്യതകളും മറ്റ് അന്വേഷണങ്ങളുടെയും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് നാഗർകോവിലാണ്. നാഗർകോവിൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചാണ്. നാഗർകോവിൽ 2 റെയിൽവേ സ്റ്റേഷനുണ്ട്. അതിൽ ഏറ്റവും പ്രധാന റെയിൽവേ സ്റ്റേഷനും നാഗർകോവിൽ ജംഗ്ഷൻ തന്നെയാണ്. നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് അന്ന് വൈകിട്ട് തന്നെ ഒരുപക്ഷെ നേരത്തെ പോലീസ് കരുതിയതുപോലെ ചേട്ടൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്നുണ്ട്. ചെന്നൈയിലേക്ക് പോകാനുള്ള ആലോചന ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതിനകം, അതായത് നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് 2 ട്രെയിനുകൾ ഇന്നലെ തന്നെ ചെന്നൈക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ എത്തിയിരുന്നെങ്കിൽ പോലും ഇന്ന് ജ്യേഷ്ഠൻ്റെ അടുത്ത് എത്തേണ്ട സമയം കഴിഞ്ഞു. അവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ആശങ്കപ്പെടുത്തുന്നത്. എന്തായാലും നമുക്ക് നാഗർകോവിൽ കേന്ദ്രീകരിച്ച് ഇനിയുള്ള അന്വേഷണങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായിരിക്കും നല്ലത്. സുജയ.